പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് വീണ്ടും ഒരു സൺഡേ ആട്ടോ. നമ്മുടെ ഇന്നത്തെ സൺഡേ റൈഡ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയാണ്. പാണിയേലിപ്പോര്, അതുപോലെ തന്നെ പാണിയേലിപ്പോര് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ പെരുമ്പാവൂർ അടുത്തുള്ളൊരു സ്ഥലം കേട്ടോ. അതുപോലെ തന്നെ കോടനാട്, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു 1/2 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. 5 ആയിട്ടുണ്ട്. നമുക്കൊരു 45-50 കിലോമീറ്റർ മാക്സിമം അത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 6 മണിയായപ്പോഴത്തേന് ഇത് മൂവാറ്റുപുഴ ടൗണിലേക്ക് കയറി കേട്ടോ. മൂവാറ്റുപുഴ ടൗൺ ഇതുപോലെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരു ഭാഗ്യമാണ്. കാരണം ഇവിടുത്തെ ബ്ലോക്ക് എൻ്റെ പോലെ ഒരു ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടിയായിട്ട് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അത്ര ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വട്ട് പിടിക്കും കേട്ടോ. കാരണം ഇത് MC റോഡാണ്. അപ്പോൾ MC റോഡ് നല്ല തിരക്കാണല്ലോ. പിന്നെ ഈ ഒരു മൂവാറ്റുപുഴ ടൗണിൽ ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അയ്യോ, ഒരു സ്ഥലത്തും പോകാൻ സാധിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ എയർപോർട്ടൊക്കെ പോകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് എയർപോർട്ടൊക്കെ പോകണ വഴിയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തണതിൻ്റെ ഒരു മണിക്കൂർക്ക് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ എത്തില്ല. എവിടെ എമർജൻസി ആയിട്ട് പോകേണ്ട ഒരു കാര്യം വന്നാലും ഈ മൂവാറ്റുപുഴ അതെ, പെരുമ്പാവൂർ അതെ, കാലടി അതെ, ബ്ലോക്കിൻ്റെ ഒരു ഏരിയ കേട്ടോ. മൂവാറ്റുപുഴ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ, വണ്ടി ഓടിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാതെ ഒരു സിറ്റിയാണ്. സൈക്കിൾ പോലും നമുക്ക് മര്യാദയ്ക്ക് ഒരു ടൈം ആയി കഴിഞ്ഞാൽ ഓടാൻ പറ്റില്ല. ഇപ്പോൾ നോക്കാം വണ്ടി, കാരണം MC റോഡ് ഒരു മെയിൻ റോഡായതുകൊണ്ടാണ്. അതനുസരിച്ചുള്ള ഒരു ബൈപ്പാസും ഇല്ല കേട്ടോ. അപ്പോൾ ഈ മൂവാറ്റുപുഴയൊക്കെ ഉള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ കേട്ടോ. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇത് തന്നെ കേട്ടോ, ബൈപ്പാസ് ഇല്ലാത്തതാണ്. പിന്നെ പാലങ്ങളൊക്കെ ഭയങ്കര കുറവാട്ടോ. ഇത് അനുഭവിച്ചവർക്കറിയാം. അനുഭവത്തിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ല കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തൊടുപുഴ സ്വർഗ്ഗം കേട്ടോ, സ്വർഗ്ഗം. ബൈപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സിറ്റി ഓഫ് ബൈപ്പാസ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ തൊടുപുഴ ടൗണിൽ കയറാതെ എവിടെ വേണമെങ്കിലും പോകട്ടോ, അത്ര ബൈപ്പാസ് ഉണ്ട്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന പാണിയേലിപ്പോരെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാർ നദിയില്ലേ, അതിങ്ങനെ 3ആയിട്ട് സ്പ്ലിറ്റായി അത് ഒരുമിച്ച് കൂടിച്ചേരുന്നൊരു സ്ഥലമാണ് ഈ പോരെന്ന് പറയുന്നത്. അതായത് പോര് ഇത് ഫൈറ്റ് അതാണ് ആ ഒരു സ്ഥലം. പിന്നെ അത് നമ്മൾ പോകേണ്ട വഴിയൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഈ റൈഡ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പുതിയ കമ്മ്യൂണിറ്റി, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ആരൊക്കെ ഉണ്ടെന്നറിയില്ല. എന്തായാലും ഞാനും ഉണ്ട്, നമ്മുടെ ആഷിലും ഉണ്ട്. ബാക്കി ആരൊക്കെ ഈ റൈഡിനുണ്ടെന്ന് അറിയില്ല കേട്ടോ. നമ്മളങ്ങനെ ഓരോ റൈഡും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ, മിനിഞ്ഞാന്ന് തന്നെ ഈ റൈഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കുറുപ്പംപടി അവിടെയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് കണ്ടേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അറിയില്ല എത്ര പേരുണ്ടാവുമെന്ന്. മൂവാറ്റുപുഴ മീൻ മാർക്കറ്റാണ്, അത് വലിയൊരു മീൻ മാർക്കറ്റാണ്. ഇവിടെ രാത്രി ഒരു 11 മണി ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് കംപ്ലീറ്റ് മറ്റേ ഇവരെ മീൻ വണ്ടികളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. ഇവിടെ കുറേ 2 സൈഡിലുമായിട്ട് കുറേ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ മീനിൻ്റെ പെട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് നെയ്യപ്പം, ബ്ലാക്ക് കോഫി, വരൻ്റെ അകത്തെ ഒന്നുമില്ലാത്തൊരു ഫീലാട്ടോ. ഇപ്പം ഉണ്ടാക്കിയുള്ളൂ, നല്ല സോഫ്റ്റ്. അങ്ങനെ നമ്മൾ കീഴില്ലം എത്തിയിട്ടോ. കീഴില്ലം 6:45. അപ്പോൾ ഇനി ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമുക്ക് കുറുപ്പംപടി പിടിക്കണം. അടുത്ത അരമണിക്കൂർ കൊണ്ട് നമുക്ക് കുറുപ്പംപടി പിടിക്കണം. അപ്പോൾ കുറുപ്പംപടി വരെ എനിക്ക് വഴി അറിയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാപ്പ് ഇടേണ്ടി വരും. പിന്നെ നോക്കാം അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്, നമ്മുടെ റൈഡേഴ്സ് ആരെങ്കിലും ഉണ്ടോയെന്ന് അവിടെ. അങ്ങനെ നമ്മൾ കുറുപ്പംപടി എത്തിട്ടോ. ഇനി ഇവിടുന്ന് എനിക്ക് വഴി കറക്റ്റ് അറിയില്ല, ആരെങ്കിലും ചോദിക്കണ്ടോ, അല്ലെങ്കിൽ മാപ്പിടേണ്ടി വരും. അപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. സോ ഇന്ന് അപ്പോൾ വേറെ ആരുമില്ല. ആഷിലുണ്ട്, ആഷിൽ മാത്രം. ഞാനും ആഷിലും ഉള്ളൂടെ പറഞ്ഞ പോലെ വേറെ ആരുമില്ല കേട്ടോ. അപ്പോൾ ആഷിൽ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആൾ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ആ ഒരു സ്പോട്ടിലേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ചെന്നാൽ മതി. ചേട്ടാ, ഈ പാണിയേലിപ്പോര് പോകുന്നത് കൂടാ റൂട്ടാ? ഈ വഴിയാണോ? ഓക്കെ, ആ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് വേണേൽ മാപ്പിട്ട് നോക്കാം.
ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് പാണിയേലി ഇപ്പോൾ ഒരു 14 കിലോമീറ്റർ. അപ്പോൾ ഈ ലെഫ്റ്റ് ആട്ടോ, ഇവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇടങ്ങാൻ വേണ്ടി ഇവിടുന്ന് ലെഫ്റ്റ് 14 കിലോമീറ്റർ ആട്ടോ നമുക്ക് അവിടെ വരെ അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ പോസ്റ്റ് കണ്ടിട്ട് ഒരാളുടെ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ വിനോദ് ബ്രോ ആണ്. ആളിപ്പോൾ കുറുപ്പമ്പടി കഴിഞ്ഞിട്ടുണ്ടോ, ഞാൻ കുറച്ച് ദൂരം കയറി പോന്നു. ഏതായാലും ബ്രോ വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു 7 മണിന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറുപ്പമ്പടി. അപ്പോൾ അതിന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, അതനുസരിച്ച് നേരെ കയറി പോരുക, ആരും കാണാത്തതുകൊണ്ട് കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. നമ്മൾ മിക്ക റൈഡും തന്നെ സൺഡേ റൈഡൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആരും വേണമെങ്കിലും കയറി പോരെ. ഇത് നിങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഒരുമിച്ച് കുത്താലത്ത് വരാൻ പോലായിരുന്നു. അന്ന് മൂന്നാറിൽ നിന്ന് പിരിഞ്ഞതല്ലേ. അത് നമ്മുടെ ആഷിൽ വരുന്നുണ്ട്, അപ്പോൾ അവിടെ കണ്ടേക്കാന്ന് പറഞ്ഞു, പാണിയിൽപ്പൂരിൽ അവിടെ തന്നെ. ഞാൻ കുറുമ്പടി വന്നിട്ട് കുറച്ച് നേരം നോക്കി ആരെങ്കിലും ഉണ്ടോയെന്ന്, കാരണം നമ്മൾ പോസ്റ്റ് ഇട്ട് കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്ന്. അപ്പോൾ ആരും കാണാത്തപ്പോൾ ഇങ്ങനെ നേരം കയറി പോകാം. എന്നാൽ പോവാം നമുക്ക്. നല്ല അടിപൊളി സ്ഥലം അല്ലേ. അപ്പോൾ നമ്മൾ സ്ഥലം പാണിയേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. പോരിൻ്റെ അങ്ങോട്ട് എത്താറായി നമ്മൾ. ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വൈബ്. വൈകുന്നേരം രാവിലെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റപ്പാണല്ലോ വഴി. പറഞ്ഞല്ലേ ഉള്ളൂ. ഇതവിടെ ഇഷ്ടം പോലെ മയിലില്ല കേട്ടോ, 2 എണ്ണം. അപ്പോൾ നമ്മുടെ ആഷിൽ ബ്രോ എത്തി. എങ്ങനെ എതിലേ വന്നേ, റൂട്ട് വന്നേ? ഞാൻ മലയാറ്റൂർ. ഓക്കെ, ഇത് കോടനാട്. ഇത് വിനോദ് അറിയോ? അറിയില്ല, നമ്മുടെ മൂന്നാർ റൈഡിലുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണുമോ അല്ലേ? ഓക്കെ, വിനോദ്. അപ്പോൾ ഇനി എവിടെ നമുക്ക് അതിൽ എൻട്രൻസ് അതല്ലേ? 50 രൂപ ഒരാൾക്ക്, ക്യാമറയ്ക്ക് 100 രൂപ പാസ്. 100 രൂപ. അപ്പോൾ ഇങ്ങനെ ഈ കല്ല് പാകിയ വഴി കേട്ടോ. അവിടെ വരെ എങ്ങനെയാണോ ബ്രോ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇത് വിനോദ് ബ്രോ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ അടുത്ത് കയറിയിട്ടില്ല. ഓക്കെ, ഇതിവിടെ ഒരു ഏറുമാടൊക്കെ ഉണ്ടല്ലോ, ഇത് കയറാൻ പറ്റില്ല കേട്ടോ, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ആന എങ്ങോട്ട് ഇറങ്ങോ? ഞായറാഴ്ച കേട്ടോ, പക്ഷേ അധികം തിരക്കില്ലല്ലേ, ആരും തന്നെ ഇല്ല. വരണേ ഉള്ളൂ. 8 മണി കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും. അതെ, ഇടുത്ത് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാവോ? ഓക്കെ, ഇവിടെയൊക്കെ ഇറങ്ങാം അല്ലേ? അവിടെ ഒരു പാലമുണ്ട്, ആ പാലം ക്രോസ് ചെയ്തിട്ട് ആ ഒരു ഗാർഡ് പോകുന്നില്ല, അതിലാണ് നമുക്ക് നടന്നു പോകേണ്ടത്. ഇതൊക്കെ മുളയങ്ങോണ്ട് ഇടതുണ്ട് ഇതുപോലത്തെ അള്ള അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇഷ്ടം പോലെ ഈ പാറയിൽ ഇതിന് നടുക്ക് ഇഷ്ടം പോലെ കുഴികളുണ്ട് ഇതുപോലെ. നൈസല്ലേ? ബാ, മാർക്കിങ് അല്ലേ പാറയിൽ. ഇതങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ, പോരെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പാറയിൽ. കണ്ടോ മാർക്ക് ചെയ്തേക്കണേ പോര്. ഓക്കെ, അപ്പോൾ ഇതാട്ടോ പാണിയേലി പോര്. ഇവിടെ കയറ് കെട്ടി ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത്രയും അല്ലേ. ഇതല്ലേ പുഴ ഒഴുകി തന്നെ 3 സ്ഥലത്തുനിന്നോ അങ്ങനെയുണ്ടല്ലേ പറഞ്ഞേ. ഇവിടെ വരെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ ഹൊഗനക്കലൊക്കെ പോലെ. ഹൊഗനക്കൽ പോയിട്ടുണ്ടോ? ഹൊഗനക്കല് ഏകദേശം അതുപോലെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഭയങ്കര അപകടമുണ്ട് കേട്ടോ, കാരണം ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങി കഴിഞ്ഞാൽ ഈ പാറയിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അള്ളു പോലത്തെ കുഴികൾ, നമ്മൾ വിചാരിക്കും ആഴമില്ലെന്ന്, പക്ഷേ അങ്ങ് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കുഴിക്കത്ത് വെട്ടും. നിറയെ ഈ കല്ലിൻ്റെ മേളികളുണ്ടോ പാറയിൽ, ഒത്തിരി ആഴമുണ്ട്, അപകടമാണ്. ഇവിടെ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ കറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ നിൽക്കരുത്. നമ്മൾ കയറി വന്നിടത്ത് എൻട്രൻസിലൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങാവുള്ളൂ. ഇവിടെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. പിന്നെ ഇവിടെ ഗാർഡ് ഉണ്ട്, ഫോറസ്റ്റ് ഗാർഡ്. അവർ പറഞ്ഞ പോലെ തന്നെ അവരുടെ
നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുക കേട്ടോ. ഭയങ്കര അപകടം കേട്ടോ. പോരെന്ന് പറയുന്നത് കറക്റ്റ് ഈ ഒരു സ്ഥലമല്ലേ? ഓക്കെ, ഒരുമിച്ചല്ലേ? ആ ശരി. 3 ഒരു പുഴ തന്നെ, പക്ഷേ 3 സ്ഥലം സ്പ്ലിറ്റ് ആയിട്ട് വരും അല്ലേ? അപ്പോൾ അതേ നമുക്ക് ഇവിടെ വന്ന് നോക്കിയാൽ കാണാം ഈ പുഴ 2-3 പാർട്ടായിട്ട് വരും. ആ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ എവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്, ആ ഒരു സൈഡിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. അതെല്ലാം കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് ഒരുമിച്ച് കണക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇതേ ഒറ്റ പുഴയായിട്ട് കണ്ടോ, അവിടേക്ക് ഒറ്റ പുഴയായിട്ട് താഴേക്ക് ഒഴുകി പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നേക്കുന്നത്. അപ്പോൾ അതായത് ഞങ്ങൾ പാണിയേലിപ്പോരിൻ്റെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലമായിട്ടുള്ള കോടനാട് പിടിക്കണം, ചവിട്ടി പിടിക്കണം. ഇത് ഇവിടേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടേക്ക് ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആഴം കുറവാണ്. അപ്പോൾ അതെ ഇവിടെ വെച്ച് നമ്മുടെ സ്റ്റീവിനെ നമ്മൾ ആദ്യമായിട്ട് കാണും അല്ലേ ബ്രോ? മലറ്റൂർ വന്നോ ആദ്യം? ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു കട്ട ഫോളോവർ ആട്ടോ. ക്രാഡിയൊക്കെ XC900 അല്ലേ വെച്ചിട്ട് ഡെയിലി എത്ര കിലോമീറ്റർ? 200 കിലോമീറ്റർ, 200 കിലോമീറ്റർ വെച്ചിട്ട് 2 ചലഞ്ച് അടിച്ചു. അതൊക്കെയാണ് നമ്മുടെ ഡെക്കാത്തലോൻ്റെ SM-ൻ്റെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുക. ഇനി ഞങ്ങളുടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നമ്മുടെ കോടനാട് വരുന്നുണ്ടോ? കോടനാട് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 20 കിലോമീറ്റർ. എപ്പോഴാണ് പോകണ്ടേ? തിരിച്ച് വീട്ടിൽ കയറണ്ടേ? അതെ, അന്ന് ഒന്നും നോക്കണ്ട, പോയേക്കാം. അപ്പം അങ്ങോട്ട് പോകുന്നില്ലേ പോര് കാണാൻ? ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് പോകുന്നില്ല, വലിയ സംഭവമൊന്നുമല്ല. ഫോട്ടോ എടുത്തിട്ട് നമ്മളവിടെ കണ്ടേക്കാം. തെറ്റിച്ചോ? ഓക്കെ ഓക്കെ, എന്നാൽ പോയിട്ട് വരാം. നമ്മളവിടെ കണ്ടേക്കാം കേട്ടോ. ഓക്കെ, അവിടെ കണ്ടേക്കാം. അവിടെ കണ്ടേക്കാം. വലിയ കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഇത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാസ് 50 രൂപ കേട്ടോ. 50 രൂപ. ക്യാമറ വരണമെന്നുണ്ടെങ്കിൽ 100 രൂപ. എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് ഒരു നമ്മൾ ഹൊഗന്നൊക്കെ കാണുന്ന പോലെ തന്നെ ഏകദേശം ആ ഒരു സ്ഥലം ഏകദേശം അതുപോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു കൊട്ടവഞ്ചി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മുതലാട്ടോ. ഞാൻ അവിടെ വന്ന് അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. ഏറുമാടുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്ത് നമുക്ക് കയറാൻ പറ്റില്ല, അതും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം അവിടെ. അല്ലാതെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ബ്രോയ്ക്കോ ഇവിടെ? ഇല്ല അല്ലേ? ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും വേണമായിരുന്നു അല്ലേ ബ്രോ? ഒന്നുമില്ല, ജസ്റ്റ് കാണാമെന്നേ ഉള്ളൂ. വെയിലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ. പിന്നെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് സേഫ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് അവിടെ. അവർ നമ്മുടെ അടുത്ത് ഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ വേണേൽ ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീവിൻ്റെ വണ്ടി കേട്ടോ, ക്രാഡിയൊക്കെ XC900. ഇവിടെ ആക്ടിവിറ്റി എന്ന് കാണിച്ച് ഡെയിലി എത്ര? 200 കിലോമീറ്ററോ ഈ വർഷത്തെ? 8319 കിലോമീറ്റർ ഈ ഒരു 3 മാസം ഉണ്ടല്ലേ. ഗ്രേറ്റ്. അതും ഈ ഒരു വണ്ടിയിലെന്ന് പറയണം. ഞാനിപ്പം ഈ 3 മാസം കൊണ്ട് 3000 കിലോമീറ്റർ എല്ലാം ഇപ്പോൾ 8000 എന്ന് പറയുമ്പോഴത്തേനും നല്ലൊരു ഡിസ്റ്റൻസ് അത്. അപ്പോൾ ഇത് തന്നെയാണ് പണി, രാവിലെ എഴുന്നേറ്റ് ചവിട്ടുക. വിട്ടേക്കാം. അപ്പോൾ അതേ നമ്മൾ ഈ ഇവിടെ തന്നെ ഒരു പാണിയേലിപ്പോരിൻ്റെ അടുത്തൊരു ഹോട്ടലിലാട്ടോ ഫുഡ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ട റോസ്റ്റും ഇത് നല്ല അടിപൊളിയായിട്ടോ സെർവ് ചെയ്തേക്കണേ. മുട്ട റോസ്റ്റ് സൂപ്പർ അപ്പം അല്ലേ? അല്ലേ, നല്ല ചൂടാ. ഈ റോസ്റ്റ് നോക്കിയാൽ ഗ്രേവി എരിവുണ്ട്. കിട്ടിയില്ലേ? ഇവിടെ അതെ വരുന്നുണ്ട്. നല്ല വലിപ്പമുണ്ടല്ലോ അപ്പത്തിന്. അപ്പം മുട്ടക്കറി നമ്മുടെ വീക്കെൻഡ്സ് ആട്ടോ. ഓക്കെ. അയ്യോ, ഇവൻ ആരല്ല ഈ സൈക്കിളോട് ഇത്ര സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞതാണ്. നല്ല സിമ്പിളായിട്ടോ പോണേ. അയ്യോ അതെ. ഓ അല്ല, വണ്ടി കയറുന്നുണ്ടായിരുന്നോ? ആ ടിപ്പർ കയറിയതേ. നേരെ കൊണ്ട് അട വെച്ചേനെ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി കേട്ടോ. ഞങ്ങൾ കോടനാട് പോകുന്നില്ല, അത് സ്കിപ്പ് ചെയ്തോട്ടോ. ഇനി
ഏതായാലും ഇവിടെ കുറേ കനാലുണ്ടെന്ന് പറഞ്ഞത്, അവിടെ പോയി ഒന്ന് ചാടാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല വെയിലായിട്ടോ. അപ്പോൾ ഒന്ന് ചാടി ഒന്ന് തണുത്തൊന്ന് സെറ്റായിട്ട് പോകുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ മലയാറ്റൂർ പോകുന്ന വഴിയാന്ന് പറയുന്നത്, അതിൽ നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എവിടെയെങ്കിലും ഒരു കനാല് കിട്ടും നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ. ചെക്കിങ്ങാണ്, പോലീസാണോ അതേ ഫോറസ്റ്റാണോ ശ്രദ്ധിച്ചില്ല. കുറേ ടിപ്പറൊക്കെ വരുന്നുണ്ട്, അവരെ വല വിരിച്ച് ഇരിക്കുമെന്ന് തോന്നേ. അപ്പോൾ ഇവരിവിടെ വരെ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്റ്റീവും ആഷിലും തിരിഞ്ഞു പോകട്ടോ. ഞാനും നമ്മുടെ വിനോദ് ബ്രോയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കുറിച്ചിലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നിങ്ങളാരും കനാലിൽ ചാടാൻ വരുന്നില്ലല്ലേ? ബ്രോ പിന്നെ നേവിക്കാരനാണ്, വരാതെ തരുന്നത് ശരിയല്ല. ആഷിൽ ബ്രോയ്ക്ക് പിന്നെ നീന്തൽ അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് വരാതെ. വരുന്നുണ്ടോ എന്നോട് ചോദിക്കുക. ചൂടായതുകൊണ്ട് നമ്മൾ കനാലിൽ ചാടാൻ പോകണേ. അപ്പോൾ ആരും കുഴപ്പമില്ല, ബ്രോയ്ക്ക് അവിടെ ഇത്തിരി ദൂരം പോകാനുള്ളൂ. നല്ല മുടിഞ്ഞ ചൂടാട്ടോ, അതുകൊണ്ടാണ് തണുപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഏതായാലും നമുക്ക് പോയി ചാടുമല്ലേ? നോക്കാം, കനാലിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കനാലിൽ ചാടാന്ന് പറഞ്ഞിട്ട് ചാടാതെ പോയി പുഴ ചാടിയോട്ടെ, അതായത് നോക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം പോയ നമ്മുടെ മൂഴിപ്പുഴ ഏതെങ്കിലും ചാടി ഒന്ന് തണുത്തിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പല്ലേ? അപ്പോൾ എന്തായാലും അടിപൊളി. അടുത്ത പ്രാവശ്യം കേട്ടോ, അടുത്ത റൈഡിൽ കാണാം. സെറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അതേ സെയിം കനാല് നമ്മുടെ ഇവിടെ പോയത്, അതായത് മണിപ്പാറ പോകാൻ നേരത്ത് നമ്മൾ വന്ന കനാലാട്ടോ. അവിടെ ഞങ്ങൾ അതേ ആ ഒരു ലെവൽ തന്നെ, വെള്ളം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഞങ്ങളൊന്നും ഇറങ്ങാതെ പോയതാ. ഇറങ്ങുന്നുണ്ടോ ബ്രോ? ആഴം അതെ. അല്ല, ഇവിടെ ചാടിക്കാൻ താഴെ പറ്റുള്ളൂ, പിടിച്ചു കയറാനുള്ള ഒരു ഇതുമില്ല, വഴിയില്ല. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ കനാലില്ലാട്ടോ. എന്നാ ചെയ്യണ്ടേ? ചാടണം. ഇറങ്ങിയെന്നറിയോ? ഇത് അക്കോഡക്റ്റാ. അല്ല നോക്കണ്ട. അപ്പം എവിടെ കയറണ തിരിഞ്ഞ്? ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ഒഴുക്കല്ലേ? നീന്തി കയറാം, അങ്ങോട്ട് ഫ്ലോട്ട് ചെയ്ത് നീന്താ കയറാം അങ്ങോട്ട്. നോക്കാം. ബ്രോ ഇറങ്ങിയിട്ട് ആഴം ടെസ്റ്റ് ചെയ്യും. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ബ്രോ ഡൈവ് ചെയ്തേ. ഒഴുക്ക് നല്ല ഒഴുക്കുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഒഴുക്കുണ്ടല്ലേ? അത്യാവശ്യം ആഴമുണ്ട്. അടുത്ത് നോക്കി വെക്കണേ. നീന്തലറിയില്ല എന്നിട്ട്? അപ്പം പിന്നെ കുഴപ്പമില്ല. അവിടെ പോയത് ആ തൂണെ പിടിച്ച് തന്നു. നല്ല ഒഴുക്കുണ്ട്. ആടി പൊളിച്ച്. ഫ്രണ്ടിലേക്ക് നീങ്ങുന്നില്ലല്ലോ. അതാ പറഞ്ഞേ പിടിച്ചോ സ്റ്റെപ്പേ പിടിച്ചോ. ഇതെനിക്കറിയാം. ഞാനേ ഈ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ഉണ്ട് മൈൻഡിൽ, അതാണ് ഇറങ്ങാൻ ഒരു മടി. ഒട്ടും കയറുന്നില്ലല്ലേ? അത്ര അന്യായ ഒഴുക്കാട്ടോ. അതെ. അല്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്. ഇവിടുന്ന് ഇറങ്ങുക, പക്ഷെ അവിടെ പോയി വേണ്ട, അവിടെ ഗ്യാപ്പില്ല ഒട്ടും. ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും കനാലിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. ഇവിടെ അന്ന് കാലൊക്കെ അതേ നൈസായിട്ടൊന്ന് തണുപ്പിക്കുക കേട്ടോ. കാരണം നമ്മുടെ വിനോദ് ബ്രോ ഇറങ്ങിയപ്പോൾ കണ്ടതല്ലേ, അവിടെ തിരിച്ച് നല്ല ഒഴുക്കാട്ടോ. നമുക്ക് അങ്ങോട്ട് നീന്തിയിട്ട് പോലെ ആരൊരു പൊടിക്ക് പോലെ കയറുന്നില്ല. ചാടണോ? ചടിക്കോ? പോരാ ഇവിടെ കയറി പിടിച്ചോ. കണ്ട കറക്റ്റ് അത് പിടി കിട്ടിയില്ലേണ്ടല്ലോ. പിടി കിട്ടിയില്ലെങ്കിൽ അവിടെ പോയി നിൽക്കുള്ളൂ നമ്മൾ. എന്നാലും ഒന്ന് അരക്ക് കീപ്പോട്ടൊന്ന് തണുപ്പിക്കും, അത്രയേ ഉള്ളൂ. നല്ല ആഴമുണ്ട് ഇവിടെ, നല്ല ആഴമുണ്ട്. അത് കണ്ടാൽ അറിയാമല്ലോ. അതിൽ കണ്ടോ, ഒരട്ടി ഫ്രണ്ടിലേക്ക് നീങ്ങുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുക. പിടിച്ചു നീന്തൽ മാത്രമേ ഉള്ളൂ. അതെ നീന്തിയിട്ട് പോകുന്നില്ല. താഴേക്ക് നൈസായിരിക്കും കേട്ടോ, താഴേക്ക് അടിപൊളിയായിട്ട് പോവാം. നമ്മളിങ്ങനെ അതല്ല, നീന്തി തുടങ്ങിക്കഴിഞ്ഞാലും ഇത് എവിടെയെങ്കിലും ചെന്ന് കയറണ്ടേ. പിടിച്ച് കയറാനായിട്ട് ഒരു സ്ഥലമില്ല കേട്ടോ. ഇത് കുറച്ച് ഡേഞ്ചർ, കാരണം അത്യാവശ്യം ഒരു ധൈര്യം ഇല്ലാതെ വന്ന് ഇറങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ നമ്മളിവിടെ മണിപ്പാറ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പോയത്. അന്ന് വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇറങ്ങാതെ പോയത്, എന്നിട്ടാണ് മൂഴിപ്പുഴ പോയി ചാടിയത്. എന്തായാലും ഈ പ്രാവശ്യം ഇറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ റിസ്ക് എടുക്കാൻ തോന്നുന്നില്ല. നല്ല റിസ്ക് ആയിരിക്കും എടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച്. ഏകദേശം ഒന്ന് തണുത്തു. അതെ